ഡോക്ടർ ഒരു ദിവസം പറഞ്ഞായിരുന്നു, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അമ്മയുടെ അടുത്ത് നിന്ന് അവൻ മാറും, അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ പോകുമെന്ന്. പക്ഷേ എനിക്കന്ന് സംശയമായിരുന്നു. പക്ഷെ ആ സംശയം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ജയറാക്കുട്ടനിപ്പം 4 വയസ്സും 1 മാസവും പ്രായമായിട്ടുണ്ട്. അവനെ പല സ്ഥലത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. അവന് സംസാരിക്കുകയല്ലായിരുന്നു. അത് ഞാൻ ഭയങ്കര ഹൈപ്പറായിരുന്നു. 2 വയസ്സ് മുതൽ ഞങ്ങൾ നോക്കുന്നതാണ്. അത് കഴിഞ്ഞൊന്നും അവന് വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ ലൈഫ് കെയറിനെ കുറിച്ച് അറിയുന്നതും ഒരു വ്യക്തി മുഖാന്തരം ഞങ്ങളിവിടെ വരികയും ചെയ്യുന്നത്. ആ വന്നു കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡോക്ടറിൻ്റെ സംസാരത്തിലൂടെ അന്ന് എൻ്റെ മകനും ഞങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷ കിട്ടി, ഇവൻ നാളേക്ക് നല്ലൊരു കുഞ്ഞായി വരുമെന്ന്. അത്രയും നാൾ വരെ എല്ലാവരും 70%, 60% ഒക്കെ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് 100% പറഞ്ഞു. അങ്ങനെ മനസ്സിനൊരു സന്തോഷം വന്നു. ഞങ്ങളങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയും വിഷമമൊക്കെ ഉണ്ടായിരുന്നു, സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം അതൊന്നും ചെയ്യരുത്, ഞങ്ങളോട് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം സമാധാനമായിട്ടിരുന്നു. പക്ഷേ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് മുതൽ തന്നെ അവൻ്റെ ഓരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, അരിശമായിരുന്നു. എന്ത് കിട്ടിയാലും എറിയുക, വാശി കാണിക്കുക, പഠിക്കുക, ഭയങ്കര ഞങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു തന്നെ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവന് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഇവനെല്ലാത്തിനും ഒരു കുറവ് വന്നു. ഏറ്റവും കൂടുതൽ കുറവ് വന്ന് പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഹൈപ്പർ കുറേ അങ്ങോട്ട് ഒതുങ്ങി, ഏറെ നിർത്തി, ഞങ്ങളോടുള്ള ഉപദ്രവം നിർത്തി. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സമാധാനങ്ങളായി. പിന്നെ ആരെയും അറിയൊന്നുമില്ലായിരുന്നു. ഒരു മനുഷ്യനെ അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. ആര് വന്നാലും അറിയില്ല. വേറെ കൊച്ചിന് അപ്പനാരാ, അമ്മയാരാ, സഹോദരനാരാ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ കുഞ്ഞുമോൻ അത് കഴിഞ്ഞ് ഓരോ പടിപടികളായി വന്നു കഴിഞ്ഞ് എന്നെ അറിഞ്ഞു, എൻ്റെ ഭർത്താവിനെ വലിയപ്പേനെ അറിഞ്ഞു, വലിയപ്പയുടെ കൂടെ പോകും. അങ്ങനെയൊക്കെ ഇരുന്നു കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വന്ന് ഓരോരുത്തരോട് കൂടി അറിയാൻ തുടങ്ങി. ഇപ്പം എല്ലാവരെയും അറിയും. അപ്പനേതാണെന്നും അമ്മ ഏതാണെന്നും അനിയൻ ഏതാണെന്നും. അനിയൻ്റെ കൂടെ കളിക്കാൻ ആരെയും കൂടെ കളിക്കുകയില്ലായിരുന്നു. ഒരു മനുഷ്യനെ അവൻ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. ഇപ്പം എല്ലാവരെയും മുഖത്ത് നോക്കും, എല്ലാവരും കൂടെ കളിക്കും, അവർ പറയണതെല്ലാം കേൾക്കും. ഒരു മനുഷ്യൻ വീട്ടിൽ വന്നാൽ അവർ പറഞ്ഞു പോലും വിടത്തില്ല. അവരുടെ കൂട്ടത്തിൽ തന്നെ നടക്കണം അവന്. അന്നേരം എന്നെ വേണ്ട. ഡോക്ടർ ഒരു ദിവസം പറഞ്ഞായിരുന്നു, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അമ്മയുടെ അടുത്ത് നിന്ന് അവൻ മാറും, അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ പോകുമെന്ന്. പക്ഷേ എനിക്കന്ന് സംശയമായിരുന്നു. പക്ഷെ ആ സംശയം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവൻ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവർ പോയി കഴിയുമ്പം അവരെൻ്റെ അടുത്ത് വരും. പക്ഷെ ഞാൻ ഉണ്ടോയെന്നൊന്ന് നോക്കുന്നുണ്ട്. ആ കൂടെ നടന്ന് അവരുടെ കൂടെ കളിച്ച് ചിരിച്ച്. അപ്പോൾ എനിക്ക് ഒരു 1.5 മാസങ്ങളായിട്ട് നല്ല ഇത് കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് നല്ല വിശ്രമം കിട്ടുന്നുണ്ട്. അവൻ മാറുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും അവനറിയാം.